ശ്രീ കെനഡി കരിമ്പിൻകാല. രണ്ടാമത്തത് മുനമ്പം. നമുക്കൊക്കെ അറിയാം, മുനമ്പം ജനതയോടൊപ്പം ആത്മാർത്ഥമായി നിലയുറപ്പിച്ചത് നിന്നത് ആരാണ്, നീതി കിട്ടും വരെ ആ പോരാട്ടത്തിനൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചത് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കണ്ടതാണ്. അവിടെയും ക്രിസ്മസ് ദിനത്തിൽ മുനമ്പൻ ജനത പട്ടിണി കിടക്കുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന വാഗ്ദാനം നൽകി വി ഡി സതീശൻ അവിടെ എത്തിയതും നമ്മൾ കണ്ടതാണ്, അവിടെ കാണിച്ചു കൂട്ടിയതും നമ്മൾ കണ്ടതാണ്. ഭരണഘടനാ വിരുദ്ധമായ സെഷനുകൾ എഴുതി ചേർത്ത് ഈ ഭരണഘടനയുടെ മുകളിൽ ഒരു മതനിയമം കുത്തിക്കയറ്റി വെച്ച് അവർ തന്നെ പറയുന്നു ഇത് ഞങ്ങൾ പരിഹരിച്ചേക്കാമെന്ന്. അവിടെയും പറ്റിക്കപ്പെട്ട സാഹചര്യം. ശ്രീ കെനഡി കരിമ്പിൻകാല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ കേരള സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ തന്ത്രപ്രധാനമായ ഒരു മൗനം ആ സമയത്തൊക്കെ ഈ കോൺഗ്രസ്സുകാർ പുലർത്തിയിരുന്നു. അന്നൊക്കെ അവർ പറഞ്ഞിരുന്നത് ദേ മണിപ്പൂർ നോക്കൂ, ശ്രീ കെനഡി മണിപ്പൂരിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ശ്രീ ജോസഫ് മണിപ്പൂരിലേക്ക് നോക്കൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. ശ്രീ കെനഡി കരിമ്പിൻകാല. ശ്യാം ബാബു, ഞാൻ വളരെ എന്താ പറയുക, സന്തോഷകരമായ ഒരു സന്ദർഭത്തിലിരിക്കുമ്പോഴാണ് ഇത്തരം ക്രൂരമായ വാക്കുകൾ ശ്യാം ബാബു പറയുന്നത്. എനിക്ക് ഇവിടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. ഞാനതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കാനും നിൽക്കാനും മേലാതിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. മമ്മൂട്ടി മികച്ച നടനാണ്, ഞാൻ സന്തോഷിക്കുന്നു. മികച്ച നടി ഷംല ഹംസയാണ്, ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലിക്കാണ്, ഞാൻ വളരെ സന്തോഷിക്കുന്നു. മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിറാണ്, ഞാൻ വീണ്ടും സന്തോഷിക്കുന്നു. മികച്ച ഛായാഗ്രഹണം ഷാജു ഖാലിദാണ്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ്. ഞാൻ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലാത്ത അവസ്ഥയും ഇങ്ങനെ സുന്ദര സുരഭിലമായിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം കുത്തിത്തിരിപ്പായിട്ട് വരാം. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്ത് മനോഹരമായ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ നാട്ടിലെ ഉസ്താദുമാരോടും മുസ്ലിംമാരോടും ഒരു കാര്യം കൂടിയേ പറയാനുള്ളൂ. വളരെ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം, ഇതൊക്കെ ചെയ്യണം. നമ്മൾ രാഹുൽ, നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ വയനാട് നിന്നപ്പം 3 ലക്ഷം വോട്ട് കൊടുത്താണ് നമ്മൾ വിജയിപ്പിച്ചത്. നമ്മുടെ പ്രിയങ്ക വന്നപ്പോൾ നമ്മളത് 4 കൊടുത്തു. ഞമ്മൻ്റെ വോട്ടാണല്ലോ അടിച്ചു കൊടുത്തു. ഒരു സംശയം അതിനകത്ത് വേണ്ടല്ലോ. സത്യസന്ധമായിട്ട് ആ രാഹുലിനോട് പറയണം, ഇടത്തോട്ട് മുണ്ടെടുത്ത് നടക്കാൻ പറയണം. ആ പ്രിയങ്കയോട് പറയണം പർദ്ദയിടാൻ. സത്യസന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ യഥാർത്ഥത്തിൽ അണിയേണ്ട ആ വേഷങ്ങൾ ഈ വർത്താനത്തിൽ മാത്രം പുറയുന്നു കുത്തുന്ന പണി നിർത്തിയിട്ട് നല്ല നേരെ നേരെ അന്തസ്സായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ, ഏത് സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നോ ആ തരത്തിൽ അവർ അന്തസ്സായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഇവിടുത്തെ ഉസ്താദന്മാരോട്, പ്രത്യേകിച്ച് വയനാട് ഏരിയയിലുള്ളവരോട് ഞാൻ പറയുന്നു, അവരാവശ്യപ്പെടണം. അവർ ഈ തരത്തിലുള്ള നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഷാജി പറഞ്ഞ പോലെ നമുക്ക് മതമാണ് പ്രശ്നം, അത് വിട്ടൊരു കളി വേണ്ട. അത് രാഹുലാണേലും പ്രിയങ്കയാണേലും ആ മതമാണ് പ്രശ്നം. അങ്ങനത്തെ മതത്തിൻ്റെ വേഷവിധാനങ്ങളാണ് ഞാൻ നിർബന്ധിക്കണം. പർദ്ദയിട്ട് നടക്കട്ടെ പ്രിയങ്ക, എന്താ ഇടാൻ ബുദ്ധിമുട്ട്? പൊട്ടന്മാരാക്കണം അല്ലേ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ? എന്താ രാഹുൽ ഇടത്തോട്ട് മുണ്ടെടുത്താൽ വിഡ്ഢികളാക്കണം ജനങ്ങളെ? ആ കളി വേണ്ട, അത് കയ്യ്. അവരോട് പറയണം യഥാർത്ഥത്തിൽ എന്താണോ അത് വെളിവാക്കിക്കൊണ്ട് നടക്കാൻ. ഈ ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കരുത്, ഈ വേഷം കെട്ട് സമൂഹത്തിൽ ഇറക്കരുത്. കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇപ്പം ആ കോൺഗ്രസ്സുകാരൻ പാവം അവിടെ നിന്നുകൊണ്ട് നിരങ്ങി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജനാധിപത്യത്തിന് വേണ്ടി ചെയ്ത ആളാണ് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി എന്താണ്ടാണ്. രാജീവ് ഗാന്ധി വെടികൊണ്ടല്ല മരിച്ചത് സഹോദര, പറഞ്ഞതിൽ തെറ്റുപറ്റിയത്. അദ്ദേഹത്തിന് തനി ബോംബ് വെച്ചല്ലേ കൊന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ എമർജൻസി പ്രഖ്യാപിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ത്യൻ ജനതയും മുൾമുനെ നിർത്തിയ ഓട്ടോക്രാറ്റ്, ഇന്ത്യൻ ജനതയെ മുൾമുടി നിർത്തിയ ഏകാധിപതി ആരാ? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ ഇന്ത്യയുടെ ഭാഗങ്ങൾ വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിമാരാരാ? ചൈന കൊണ്ടുപോയി, പാകിസ്ഥാൻ കൊണ്ടുപോയി വിഭജിച്ചപ്പോഴും ഇതൊക്കെ വിട്ടുകൊടുത്തതാരാ? ഈ ജവഹർലാലും ഇന്ദിരയൊക്കെ തന്നെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയതിൽ വലിയൊരു പങ്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൈയടിച്ച് പാസ്സാക്കും. നല്ല കാര്യമൊന്നും ചെയ്തെന്ന് പറയരുത്. ഇന്ന് ആ കോൺഗ്രസ്സുകാരുടെ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, നരേന്ദ്രമോദി വരണ്ടി വന്നു ഈ അങ്ങേയറ്റം ഒരു റോഡ് പണിയാൻ 10-65 കൊല്ലം കൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്തെന്നായി അവകാശപ്പെടുന്നത്? നിങ്ങൾ കുട്ടിച്ചോറാക്കി എന്ന് പറയൂ സത്യസന്ധമായി. നിങ്ങളുടെ സംസാരത്തിനൊന്നും സത്യസന്ധതയേ ഇല്ല. ഇപ്പോൾ നമ്മുടെ ആങ്കർ പറയുന്നുണ്ടായിരുന്നു മുനമ്പത്തെ വിഷയം നമുക്കറിയാമല്ലോ. അത് അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അവിടെ പാഞ്ഞു വന്നു. എന്തിനാണെന്നറിയോ? ചർച്ച നടത്തിയിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ.
മുനമ്പത്തെ പാവപ്പെട്ട ആളുകളെ അവിടുന്ന് ഓടിച്ച് വേറെ എവിടെയോ കൊണ്ട് ചാടിച്ചിട്ട് ആ സ്ഥലം കൈയടക്കാൻ വേണ്ടി ഓടി വന്നവരാ. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി മിണ്ടാട്ടം മുട്ടി. ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ആയിട്ടും ആ ഫറൂഖ് കോളേജിന് കൊടുത്ത വസ്തു ഇങ്ങനെ വിറ്റ് കാശാക്കിയെങ്കിൽ ഈ വഖഫ് ബോർഡിൽ ഇതിനകം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടാവണം. ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? വർഷം കുറേയായി ഇവർ തന്നെ ഇവരുടെ ഒരു സെറ്റപ്പിനകത്ത് അതിരിക്കുന്നത്. അവർ പുറത്തോട്ട് പോകണില്ല. കാരണം അതിൻ്റെ ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ സെഷനിലാണ് നമ്മൾ മുസ്ലിം അല്ലാത്ത 1-2 പേരെ അതിനകത്ത് വെക്കുന്നത്. അതുവരെ പുറത്തോട്ട് പോലും കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഇനി നമുക്കറിയാൻ പറ്റും. ഇനി പുതിയതായിട്ട് വെച്ചവർ ഇനി പഴയ ഫയലുകളൊക്കെ എടുക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തത വരും. ഇതുവരെ ഇതുപോലെ ഈ പാവപ്പെട്ട വിശ്വാസികൾ കൊടുക്കുന്ന ഭൂമിയും ഒക്കെ തട്ടിപ്പിന് നടത്തുകയായിരുന്നു ഇവർ. ഈ ഫറൂഖ് കോളേജിൽ കൊടുത്ത സാധനം ഇങ്ങനെ വിറ്റ് കാശാക്കി. ഈ കാശൊക്കെ ശരിയായി വിനിയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആരാ ഓഡിറ്റ് ചെയ്യുന്നത്? ഇതിന് വല്ല ഓഡിറ്റിംഗ് സംവിധാനം വല്ലതും ഉണ്ടോ? അവിടെ നിന്ന് കുഞ്ഞാപ്പയും കൊച്ചാപ്പയൊക്കെ കൂടെ അങ്ങ് തീരുമാനിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മിക്കവാറും വഖഫ് ബോർഡിൻ്റെ തലപ്പത്ത് വരുന്നത് മുഴുവൻ ഈ ലീഗിൻ്റെ നേതാക്കന്മാരാണ്. എല്ലാ സ്ഥലത്തും അവർ ഈ മാതിരി തോന്നിയാസമാണ് കാണിച്ചു കൂട്ടുന്നത്. മുനമ്പത്തും അവർ അതൊക്കെ തന്നെ ജനവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യാമെന്ന്. അതുകൊണ്ട് കാലങ്ങളായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പുതിയ നീക്കവും നമ്മൾ കണ്ടു. ഏറ്റവും ദയനീയമായ സ്ഥിതി അതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ അവർ അടുത്ത പേരിൽ വരുന്നു, അത് നിരോധിക്കുമ്പോൾ അതിനടുത്ത പേരിൽ വരുന്നു. നമ്മൾ രാജ്യം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ്. കാരണം അവർക്ക് പിന്തുണയും കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു ഫണ്ടിൻ്റെ വരവ് നിലച്ചാലേ നമുക്കതിനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇവരുടെ ഫണ്ടിൻ്റെ വരവ് നമുക്ക് നിർത്തി വെപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചിട്ട് പോലും അവർ മറുമാർഗത്തിലൂടെ, കള്ളക്കച്ചവടത്തിലൂടെ, മറ്റ് ഹവാല ഇടപാടുകളിലൂടെ അവർക്ക് പണം കണ്ടെത്താൻ കഴിയുന്നു. എല്ലാ സെക്കൻഡ് ബിസിനസ്സുകളിലും, എല്ലാ തട്ടിപ്പ് തരികിട കാര്യങ്ങളിലും ഇവർക്ക് ബന്ധമുള്ള ഒരു നെക്സസ് ഉണ്ട്. അതുവഴി അവർക്ക് പണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർക്ക് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് സങ്കടമായിട്ട് തോന്നുന്നത്, നമുക്കറിയാം എങ്ങനെ മുസ്ലിം ജനവിഭാഗത്തിൽ ഇപ്പോൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഉണ്ടല്ലോ, ആരിഫ് ഹുസൈനും ഇതിനകത്തുണ്ടല്ലോ. ആരിഫ് എനിക്ക് മനസ്സിലാകാത്ത വിഷയം എന്താണെന്നറിയാമോ? ആരിഫിനെ പോലെ ചിന്താശക്തിയുള്ള, ആരിഫിനെ പോലെ വിദ്യാഭ്യാസം നേടിയ ഒരു അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും ആരിഫ് പറയുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആരിഫിനെ പോലെ ചിന്തിക്കാൻ കഴിയൂ. എനിക്ക് മനസ്സിലാകാത്തത് ട്വിൻ ടവർ ആക്രമിച്ചതിൽ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി CA റൌഫ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവനൊരു MBA കാരനാണ്. എൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ, ഞാൻ അല്ലാതെ പറയുന്നില്ല. കാരണം ഞങ്ങൾ ഒന്നിച്ചൊക്കെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹം ഒരു MBA കാരനാണ്, നല്ല വിദ്യാഭ്യാസമുള്ളൊരു പയ്യനാണ്, ചെറുപ്പക്കാരനാണ്. അതിനുശേഷം NIA പിടികൂടിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 കൊലപാതക കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചനയിൽപ്പെട്ട ആളാണ്. എങ്ങനെ ഇത്തരത്തിൽ ചിന്തിക്കാം? ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ഈ സയൻസ് പഠിച്ച ഇവർക്ക് ഈ വിഡ്ഢിത്തം എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു? സയൻസ് പഠിച്ച ഒരു വ്യക്തിക്ക് ഈ പറയുന്ന, ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല, ആരിഫ് ഹുസൈൻ്റെ ഒരു ഭാഷയിലേക്കും ആരിഫ് ഹുസൈൻ്റെ ആ ഒരു രീതിയിലേക്കും ആരിഫ് ഹുസൈന് മാത്രമേ പോകാൻ കഴിയൂ.